എന്തായി ഞാൻ പറഞ്ഞ കാര്യമൊക്കെ? എന്റെ പൊന്നു മോളെ, എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ, നീ എന്നെ പേടിപ്പിക്കാതെ. എനിക്കൊരു കുന്തവും കേൾക്കണ്ട. ഞാൻ ചോദിക്കുന്ന പൈസ ഒന്നില്ലെങ്കിൽ ഞാൻ കണ്ട വീഡിയോസ് ഒക്കെ exams.com-ലും Xvideos-ലും ഒക്കെ അപ്ലോഡ് ചെയ്തോളൂ. അതൊന്നും വേണ്ടില്ല, എന്റെ അച്ഛൻ കണ്ടുകൊണ്ടിരിക്കണ, അതൊക്കെ പ്രശ്നമാവും മോളെ. നിനക്ക് ഇങ്ങനെയാണ് എന്നോട് ഇതൊക്കെ പറയാൻ തോന്നുന്നത്? ഞാനൊരു ട്രൂ ലവ് ആയിട്ടല്ലേ നിന്റെ അടുത്ത് വന്ന്. നീ ഒരുമാതിരി ഫ്രോഡ് കളിക്കല്ലേ എന്നോട്. അതേടാ, ഞാൻ ഫ്രോഡ് തന്നെ. ഞാൻ ചോദിക്കുന്ന പൈസ എനിക്ക് കിട്ടണം. കാശൊന്നും എന്റെ ഇല്ല. നിന്റെ പൈസ ഇല്ലെങ്കിൽ നിന്റെ പലിശക്കാരൻ തന്തയോട് പറയടാ. അച്ഛൻ്റെ അടുത്ത് ഇതുമായിട്ട് പറഞ്ഞു ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ, ആളെ അച്ഛനാണോ മോനാണോ നോക്കുന്നില്ല, ആളെന്നെ കൊല്ലും. ഞാനൊരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും. അതിനുള്ളിൽ എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇത് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്താൽ പിന്നെ എന്താ നടക്കുന്നതെന്ന് അറിയാമല്ലോ. ഓക്കെ. ബാങ്കുകൾ പലിശ കുറച്ച് നാറികൾ. നമ്മളിപ്പോഴത്തെ പാവപ്പെട്ട പട്ടിപ്പലിശക്കാർക്ക് എങ്ങനെ ജീവിക്കാനാണ്? ഭാഗ്യം അവിടെ പത്രത്തിൽ പറ്റിയെടുപ്പുണ്ട്, കുഴപ്പമില്ല. കമ്മണി എന്തെടുക്കാനാവോ? സവാള വേണോ ചുവന്നുള്ളി വേണം? വില കൂടുതലല്ലേ, അപ്പൊ പിന്നെ ചുവന്നുള്ളി എടുക്കാം. ചേച്ചി മനുഷ്യന്റെ കണക്ക് വായിരിക്കുന്ന കേൾക്കണ്ടേ? വേറെ കുരിപ്പുണ്ടായിരുന്നില്ല, അതെവിടെ? നീ എന്താണ് എന്റെ മുറിയില്? നിന്നോട് ആരും ചോദിക്കാൻ പറയാൻ എന്റെ മുറി കയറാൻ പറഞ്ഞേ? പോയേ, പോ പുറത്തോ. ചേട്ടൻ എന്തോരം ഒളിച്ചു കളി? എനിക്കെന്ത് വിളിച്ചാലും എനിക്കൊരു വിളിച്ചാലില്ല, ഞാൻ ഭയങ്കര കൂടാണ്. അതെനിക്ക് മനസ്സിലായി. അച്ഛൻ്റെ റൂമിലേക്ക് പാത്തും പതിയും പോകുമ്പോ തന്നെ എനിക്കെന്താ അച്ഛൻ്റെ മുറി പോക്കൂടെ? നീ ആദ്യം എന്റെ മുറിയിൽ ഇറങ്ങിപ്പോ. ഇനി നീ എന്ത് ചെയ്യും? അനിയത്തി അത് നോക്കുന്നു ചേട്ടാ, മൂക്കി അടിച്ച് പൊളിക്കും. വെറുതെ ചൊറിയാൻ നിൽക്കണ്ട, ചൊറിത്താവളെ. പൊളിക്കടാ, അടിച്ചു പൊളിക്ക്. ചൊറിയാണ്ട് ഇറങ്ങി പോടി. നീ എന്താ തപ്പണേ? ഞാനേ ഒന്നുമില്ല, പോ. നീ ഇതാണോ തപ്പണേ? എന്റെ ഫോൺ തരുന്നതിന് മുന്നേ ഒരു സംശയം ചോദിക്കട്ടെ. എന്താ ഇതിന് സംശയം? നീ ആദ്യം ഫോൺ എന്നിട്ട് എനിക്ക് ചോദിക്കുക എന്താ വെച്ചാ. കോളേജ് ടൂറിന് ഒരു 100 രൂപ പോലും തരുന്നത് നമ്മുടെ അച്ഛൻ എങ്ങനെയാണെന്ന് എനിക്ക് 25,000 രൂപ ഗൂഗിൾ പേ ചെയ്തെന്ന്. നീ കണ്ട? നിന്റെ ഒളിച്ചും പാത്തും പോക്കും കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നീ അച്ഛന്റെ പൈസ അടിച്ചു മാറ്റിയല്ലേടാ കൊച്ചു കള്ള. ഞാൻ അങ്ങോട്ട് വരട്ടെ? ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ എടുത്തു പോയതാടി. നീ ആരോടും പറയുന്നില്ലല്ലോ. എനിക്ക് മനസ്സിലായി. എന്ത്? ഞാൻ നിന്റെ വീഡിയോ ചാറ്റ്സും കോഴ്സും എല്ലാം കണ്ടു. നീ ഇതൊക്കെ കണ്ട? നിനക്ക് ഇത്ര കഴിവുണ്ടായിരുന്നോ? സ്ക്രീൻഷോട്ട് വീഡിയോ കോൾസ് ഒക്കെ ഞാൻ എൻ്റെ സെൻഡ് ചെയ്യും ചെയ്തു. എന്തിന്? കുത്സിതത്തിന് മുമ്പ് ശ്രദ്ധിക്കണ്ട കുട്ടാ. വീഡിയോ എടുത്തോ? ഞാനല്ല, അവൾക്ക് ഇതൊരു ബിസിനസ് ആയിരുന്നു. മകൻ ഇത്രയും വലിയൊരു കുത്സിതനാണെന്ന് നമ്മുടെ കുലസ്ത്രീ ആയിട്ടുള്ള അമ്മ അറിഞ്ഞാലോ? എന്റെ ചന്തി. ശരി, അതൊക്കെ പോട്ടെ. നീ 25,000 രൂപ കട്ടെടുത്തു നമ്മുടെ പലിശക്കാരനായ ഗുണ്ടയെ അച്ഛൻ അറിഞ്ഞാലോ? അച്ഛൻ കട്ട സീനാ. കഴിവേറി നിന്റെ വെച്ചേക്കടാ. എന്റെ 25,000 രൂപയെ കൊണ്ടുപോയി കളഞ്ഞത്. നിന്നെ തായോടാ നേരെ എടുത്താ മൂത്രയ്ക്കാൻ മുട്ടുവച്ചാ. നീ മുള്ളടാ മുള്ളു. എന്താ മോനെ ആലോചിക്കുന്നേ? ഞാൻ ഇവിടെ മുള്ളിട്ട് വരാം. ഇനി വെള്ളം പറ്റിയില്ലെങ്കിലോ? അതെ,
സാരമില്ല, ഞാൻ ആരോടും പറയില്ല. എന്ന് വെച്ചാൽ ശരിക്കൊന്നും വേണ്ട, എനിക്കൊരു ഹെൽപ്പ് ചെയ്തായിരുന്നു. എന്ത് പണ്ടാരം വേണേലും ചെയ്തുതരാം, നീ പറ. ഉറപ്പാണോ? ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ അച്ഛനെ ഞാൻ ഡീൽ ചെയ്യാം. എനിക്ക് വേണ്ടിയിട്ട് പൈസ എടുത്തതെന്ന് പറഞ്ഞാൽ അച്ഛനൊന്നും പറയില്ല. ഓക്കെ, നീ കാര്യം പറ. പിന്നെ നീ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുന്നുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞ് പൊടി നട്ടി പോവരുത്. ഇല്ല, നെവർ. ഓക്കെ, എന്നാ കാര്യം പറ. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു പ്രോഗ്രസീവ് മൈൻഡിലിട്ട്, എന്നുവെച്ചാ അങ്ങനെ ഒച്ചയും ബഹളമൊന്നും വെക്കേണ്ടത്. ഓക്കെ പറ. എൻ്റെ ഒരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യണം. ആര്? ആളൊന്ന് പെട്ടെടുക്കണം. എവിടെ? എവിടെ വെച്ചാൽ ഇവിടെ അടുത്തൊക്കെ തന്നെ. ഈ അടുത്തെന്ന് പറയുമ്പോ എവിടെ ആയിട്ട്? നമ്മുടെ വീടിൻ്റെ അടുത്ത്. മനസ്സിലായില്ല. എന്ന് വെച്ചാ എൻ്റെ റൂമിൽ. നിന്റെ റൂമിലാ? അതായത് ഒരു പ്രത്യേക സാഹചര്യത്തില് ഇന്നലെ രാത്രി എൻ്റെ ബോയ് ഫ്രണ്ടിന്. നിനക്ക് ബോയ് ഫ്രണ്ടാ? അങ്ങനെ ഒരു ഇതുണ്ടായിപ്പോയി. എൻ്റെ ബോയ് ഫ്രണ്ടിന് എൻ്റെ റൂമിലേക്ക് ഒന്ന് കയറേണ്ടി വന്നു. ഇപ്പൊ അവരോട് പെട്ടെടുക്കാം, ഒന്ന് ഹെൽപ്പ് ചെയ്യണോ പ്ലീസ്? ഈ രാത്രി മുതൽ നിന്റെ കൂടെ യു മീൻ അവനെ ഞാൻ ഈ റൂമിൽ നിന്ന് ഇറക്കി തരണായിരിക്കും അല്ലേ? അറിയാലോ, വേറെ വഴിയൊന്നുമില്ല. നീ ഇപ്പൊ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറയും. ഓ പുല്ല്, നീ എന്നെ ത്രിദുംഗ സംഘടനത്തിലാക്കലടി. ഓ ഈ പുല്ലത്തി. എന്തായി കാശ്? വേഗം ഇട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുവേ. എടി നായിൻ്റെ മോള്, നിനക്കുള്ള പൈസ ഞാൻ അയച്ചോളാം. പോ. എടിയെ, എന്റെ വെള്ള ഷർട്ട് കണ്ടോ? അതാ പെങ്കൊച്ചിന്റെ മുറിയിലുണ്ട്, പോയി എടുത്തോ. നീ പെട്ടു. ഞാൻ പെട്ടു. നീ പെട്ടു. നീ പെട്ടു. നീയെ പെട്ടത്. നീ അല്ലേ വേണ്ട, ഞാൻ പോയി എടുത്തോളാം.